അല്ലാതെ വേറെ എന്താന്നൊക്കെ ഇവരെ ഏതായാലും ചോറൊക്കെ കഴിച്ച് പായസം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എന്തേ അങ്ങനെ പെട്ടെന്ന് നേർച്ചാക്കിയെന്ന് വെച്ചു. അതില് പെണ്ണറിഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല, ഇബിലീസിന് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ നേർച്ചാക്കീന്. അത് വീട് കിട്ടാത്തോണ്ട് ഞാൻ നമ്മളെ മൊല്ലാക്കനോട് പോയി ചോദിച്ചു. മൊല്ലാക്കനോട് പറഞ്ഞു, ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് പുറത്തു പോണ ആളെന്നെയാണ് ഇബിലീസ്, അത് ആദ്യം പുറത്തു വന്ന് നിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചോറെന്നാണ്. അതിലാണ് കഴിച്ച ചോറൊക്കെ പുറത്തേക്ക് തന്നെ വന്നത്. ഏതായാലും ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരൊന്നും അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാണ്. അത് ദാരിമിന്റെ വർത്താനത്തോട് മനസ്സിലായി. പള്ളി അല്ല, നിങ്ങൾ എന്താ ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു അതുകൊണ്ട് സമയത്ത് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാനുള്ള ഒരു യോഗ്യത നമുക്ക് തരട്ടെ. അതൊരു യോഗ്യതയാണ്. ഹയ്യാല സലാ എന്ന് പറയുമ്പോ അങ്ങോട്ട് കയറിയിട്ട് ഒന്ന് നിസ്കരിക്കുക, അതൊക്കെയാണ് പക്വത, യോഗ്യത. ഭാവിയിൽ വരുന്ന കാര്യത്തെ പേടിയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഉറപ്പാണ്, ഇല്ലേ? അത് തീരുമാനമായിട്ടില്ലേ? അതിന് വേറെ ആൾ വരണോ? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പല്ലേ? പൊട്ടെന്ന് രാത്രി മരിക്കൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതിനാണ്ട് ഒരുങ്ങല്ലോ വേണ്ട. ഞപ്പോൾ ഒരു ഗൾഫിലൊക്കെ പോകാൻ തീരുമാനിച്ച എത്ര നേരത്തെ ഒരുക്കം തുടങ്ങും നമ്മള്? ആ ഗൾഫ് പോക്ക് മുടങ്ങിക്കൂടെ? ടിക്കറ്റ് മിസ്സാവാ, അല്ലെങ്കിൽ അതിന്റെ മുമ്പേ മരിച്ചോവാ, അല്ലെങ്കിൽ അറബി വേണ്ടാന്ന് വെച്ചു. എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായി. ഓന്റെ കാക്ക അവിടുന്ന് അറബിന് സോപ്പിട്ടിട്ട് ഒരു വീസൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അറബി ഇവിടുന്ന് കയറാൻ നേരത്തെ പറഞ്ഞു ഓന്റെ ഫോട്ടോ ഒന്ന് കാണണം എന്നാണ്. അപ്പൊ ഇവന്റെ ഫോട്ടോ അറബിന്റെ മൊബൈൽ കാഴ്ച കൊടുത്തു. ഇവനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൊബൈലും അതുപോലെ മുടി കട്ടിങ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ നടുവിലൊക്കെ മുടിക്കെട്ടിട്ട് ഇടയിലൊക്കെ വരഞ്ഞു കണ്ട് ഇങ്ങനെ പാമ്പോയ കുറവനായി വിളിച്ചിങ്ങനെ നിൽക്കുക. ഇത് അറബി ഇങ്ങനെ കണ്ട പറഞ്ഞു, ഓ അപ്പോഴും നാട്ടിൽ കുടുങ്ങിക്കാണ്. അതിന് കാരണം മുടി ഇങ്ങനെ കെട്ടി. അപ്പൊ അങ്ങനെ അറബി വേണ്ടാന്ന് വെച്ചിട്ട് മുടങ്ങാം. പക്ഷേ ഖബർക്ക് പോണ യാത്ര മുടങ്ങൂലല്ലോ. അത് മുടങ്ങോ? അത് ഫോട്ടോ കണ്ടിട്ട് അസ്രായേൽ വേണ്ട നോക്കോ? മയ്യത്ത് കെട്ടിലാവുന്ന ഫ്ലൈറ്റ് മുടങ്ങോ? ടിക്കറ്റ് ആവുന്ന പിന്നെ റൂഹിനെ പിടിക്കൽ മിസ്സാവോ? അത് ആ സമയത്ത് അങ്ങോട്ട് നടക്കും. ഇന്ന് രാത്രിയാണ് അല്ല കണക്കാക്കിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആയിരിക്കും. രോഗം വേണ്ട, പ്രായം വേണ്ട, പിന്നെ കണക്കാക്കിയ സമയമായാലും അവിടെ ചെന്ന് മരിക്കും. അങ്ങനെ മരിക്കുമ്പോഴേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ചിരിയും കളിയും സന്തോഷാധ്വാനൊക്കെ അവിടെ ചിരിക്കാനുള്ള കാരണമാവണം. ഭൂമിക്ക് നമ്മൾ വന്നപ്പോ തന്നെ കരഞ്ഞോണ്ടാ വന്നത്, അല്ലേ? നിങ്ങൾ ഇരിച്ചോണ്ട കരഞ്ഞോണ്ടല്ലേ? നമ്മൾ കരഞ്ഞിങ്ങനെ വരികയാണ്. അപ്പൊ മറ്റവരൊക്കെ ചിരിക്കാണ്. നമ്മൾ കരയുമ്പോ അമ്മ ചിരിക്ക, അമ്മായിമ്മ ചിരിക്ക, എല്ലാരും ചിരിക്ക. അന്തല്ലാത്ത ചില തള്ളാരും കുട്ടീനെ നുള്ളിയിട്ടാരും കള്ളാൻ, പിന്നെ ആ കുട്ടി കള്ളൻ തന്നെയാണ്. അങ്ങനെ കുന്നംകുളത്ത് ഒരാള് കള്ളനായി. ഈ ഉമ്മാക്ക് അന്തല്ലല്ലോ, ബാങ്ക് കൊടുക്കാനൊന്നും കുട്ടിക്ക് അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. ഒരു പെണ്ണ് സമയം തെറ്റിയിട്ട് പ്രസവിച്ചു. 12 മണിക്ക് പ്രസവിക്കുന്ന ഡോക്ടർമാര് പറഞ്ഞത് അമ്മാര് ഒഴുങ്ങുന്ന ആൾക്കാരെന്നെ വിഡ്ഢികളാ, അല്ലേ? അപ്പൊ ഏതായാലും ഡോക്ടർ 12 മണിക്ക് പ്രസവിക്കുന്ന 12:10 ആയപ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ തുടങ്ങി അളക്കാം. ഡോക്ടറെ തല്ലപ്പെട്ട ഡോക്ടറെ 12 മണി നാളെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മെൻസസ്